മൊളോക്കോയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ വിശുദ്ധ ഡാമിയനൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന ദൈവദാസൻ ജോസഫ് ഡട്ടണിൻ്റെ നാമകരണത്തിനുള്ള പ്രാദേശിക തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹവായിലെ ഹൊണലുലു രൂപത. രൂപതാതലത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ശേഖരിച്ച തെളിവുകളും മറ്റും ഉൾക്കൊള്ളുന്ന 2000 പേജുകൾ വരുന്ന റിപ്പോർട്ട് വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് ഹൊണലുലു രൂപത അധ്യക്ഷൻ ബിഷപ്പ് ലാറി സിൽവ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ദിവ്യബലി മധ്യേ അറിയിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും തിരികെ പോകാമായിരുന്നിട്ടും നിരാശയും വിഷാദവും ബാധിച്ച ഏകാന്തമായ കുഷ്ഠരോഗികൾക്ക് പ്രത്യാശയും സമാധാനവും ആനന്ദവും പകർന്നു നൽകിക്കൊണ്ട് 44 വർഷക്കാലം ഡറ്റൻ അവിടെ ശുശ്രൂഷ ചെയ്തു. തടവിലാക്കപ്പെട്ടവരെ പോലെ കഴിയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ സേവനം സ്വാതന്ത്ര്യത്തിൻ്റെയും രക്ഷയുടെയും സുവിശേഷമായിരുന്നുവെന്നും ബിഷപ്പ് സിൽവ അനുസ്മരിച്ചു. വെർമോണ്ടിലെ സ്റ്റോവിൻ പ്രൊട്ടസ്റ്റന്റ് മാതാപിതാക്കളുടെ മകനായി 1843 ഏപ്രിൽ 27 ഡറ്റൻ ജനിച്ചു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഡറ്റൻ യുദ്ധശേഷം വിവാഹിതനായി. ഭാര്യയുടെ അവിശ്വസ്തത മൂലം 1 വർഷത്തിനു ശേഷം വിവാഹമോചിതനായി. അതിനുശേഷം വളരെ മോശമായ ഒരു ജീവിതമായിരുന്നു താൻ നയിച്ചിരുന്നതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ അവസ്ഥ അദ്ദേഹത്തെ ഒരു മദ്യപാനിയാക്കി തീർത്തു. 1881 ആയപ്പോഴേക്കും മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും മോചിതനായി. തൻ്റെ പഴയകാല ജീവിതത്തിന് പരിഹാരം ചെയ്യാൻ ആഗ്രഹിച്ച ഡറ്റൻ മൊളോക്കൻ ദ്വീപുകളിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായി പുറപ്പെട്ടു. വേദനിക്കുന്ന മനുഷ്യരുടെ അത്യാവശ്യങ്ങളിൽ അവരെ നിസ്വാർത്ഥമായി സഹായിച്ചുകൊണ്ട് തൻ്റെ സ്വാർത്ഥതകളിൽ നിന്ന് മോചിതനാകാൻ അദ്ദേഹം പരിശ്രമിച്ചു. 1883 40ാമത്തെ വയസ്സിൽ ഡറ്റൻ ജോസഫ് എന്ന മാമുദിസ പേരോടെ കത്തോലിക്ക സഭയിൽ ഔദ്യോഗിക അംഗമായി. അടുത്ത വർഷം കെൻറ്റുക്കിയിലെ ട്രാപ്പിസ്റ്റ് ആശ്രമത്തിൽ അംഗമായി ചേർന്നു. പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ ആശ്രമത്തിന് പുറത്തുള്ള ആത്മീയ ജീവിതമായിരിക്കും തന്നെ സഹായിക്കുക എന്ന് തിരിച്ചറിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി വിശുദ്ധ ഡാമിയൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ കാലത്ത് ഡറ്റൻ കേൾക്കുവാനിടയായി. ആ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിക്കാനായി മൊളോക്കോ ദ്വീപിലേക്ക് തിരിച്ചു. രോഗീ പരിചരണത്തിൽ നന്നായി അനുഭവ പരിചയം നേടിയ ഡറ്റൻ 1889 കുഷ്ഠരോഗം മൂലം വിശുദ്ധ ഡാമിയൻ മരിച്ചതിന് ശേഷവും തൻ്റെ ശുശ്രൂഷ തുടർന്നു. 1895 മുതൽ 35 വർഷക്കാലം ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അനാഥ മന്ദിരത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു. 1931 87ാമത്തെ വയസ്സിൽ ഹൊണലുലുവിലെ സെൻറ്റ് ഫ്രാൻസിസ് ആശുപത്രിയിൽ വെച്ച് ജോസഫ് ഡറ്റൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 2015 ഡറ്റനെ ദേവദാസനായി ഉയർത്തിയത്.